ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്നിതാ നമ്മൾ വീണ്ടും നമ്മളെ പഴയ റൂട്ടീൻക്ക് തന്നെ തിരിച്ചു വന്നിക്കുകയാണ്. കല്യാണവും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് പഴയ ചട്ടിയും കലത്തുമ്മക്കൊക്കെ കണ്ട് എത്തുകയാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ പാലപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പം ഞാനിന്ന് പാലപ്പം അരച്ചുണ്ടാക്കിക്കൊന്നല്ല, ഇന്ന് ഞാൻ പാലപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, പാക്കറ്റ് കിട്ടുമല്ലോ, അതൊന്നാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിക്കണേ. അപ്പോൾ അതിൻ്റെ ബാക്കിയോണ്ട് ഇതാ ഇന്ന് പാലപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി അവിടെ എടുത്ത് വെച്ചുകാണ്ട് അതിക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകാണ്ട് തേങ്ങ ചിരവെടുക്കണം കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ അതിക്ക് പാരുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടിയെന്ന് ആശങ്കപ്പെടാനൊന്നുമില്ല. പുടിയറില്ലാത്തവർക്ക് നല്ല ഈസിയാണിത്. കാരണം എന്താ വെച്ചാൽ ഇതിമേ എഴുതിയിരിക്കണം കേട്ടോ, ഈ ഒരു പാക്കറ്റുമേ എഴുതിയിരിക്കണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പാലപ്പത്തിന് അരക്കാനും ഇതൊന്നും പുടിയറില്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടത്. തേങ്ങാപ്പാലും പാർന്നെടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തുകാണ്ട് അതിൻ്റെ ഒരു തേങ്ങാപ്പാലും പാർന്നെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇളം ചൂടുള്ള വെള്ളം കൂടി പാർന്നുകാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ട് കണ്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് പിന്നെ കുറച്ച് സമയം നമുക്കവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിന് നിൽക്കുകയാണ്, ധരിച്ച് വെച്ചിട്ട് വേണം നമുക്ക് മിറ്റടിക്കാനൊക്കെ പോവാനേ. ഇത് മിക്സിയിൽ അങ്ങോട്ട് നന്നായി അടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കതവിടെ മൂടി വെച്ച് കണ്ട് നമുക്ക് മിറ്റടിക്കാനായിട്ട് പോവണം. ഇത്രയും ദിവസം കല്യാണത്തിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സാധാ ഒരു റൂട്ടീൻക്ക് വന്നപ്പോൾ പറയാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളങ്ങോട്ട് ക്ഷമിച്ചാളി. ഇനി ഇത് കുറച്ച് നേരം പൊങ്ങി വരാനായിട്ടാണ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അതവിടെ അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മളെ മിറ്റടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ കുറേ ദിവസം കല്യാണത്തിൻ്റെ പരിപാടികളും ഒക്കെ പാടായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പോൾ നമ്മൾ കാണിക്കലില്ലല്ലോ. അപ്പോൾ അതാ ഇന്ന് മിറ്റടിക്കണതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമുക്ക് പിന്നെ സ്ഥിരമുള്ളൊരു റൂട്ടീനാണല്ലോ അല്ലേ. മിറ്റടിക്കുക, ചായയും കടി ഉണ്ടാക്കുക, ഇത് തന്നെയല്ലേ നമുക്ക് നേരം വെളുത്തുള്ള പണി. മിറ്റടിച്ചേരലൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയിട്ട് വേഗം കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ഉരുളങ്കിഴങ്ങാണ് അവർക്ക് പൊരിച്ചു കൊടുക്കണത്. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഉരുളങ്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒന്നെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒന്ന് തന്നെ എടുത്തിട്ടുള്ളൂ. സോനുവിന് പരീക്ഷ ആയതുകൊണ്ട് ഓന് ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. അപ്പോൾ ലിനിമോക്ക് മാത്രം മതി. ഇത് മുഴുവനും കൂടി ഒന്നും അവൾ കൊണ്ടുപോകില്ല, അവൾ വളരെ കുറച്ച് കൂട്ടാനേ കൊണ്ടുപോകുള്ളൂ. പിന്നെ നമ്മൾ ടുട്ടുവിന് എന്തായാലും കൂട്ടാൻ നിർബന്ധമാണ് കേട്ടോ, ഓക്ക് പാത്രത്തിലാക്കുമ്പോൾ. അപ്പോൾ ഓനും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളങ്കിഴങ്ങാണ് പൊരിച്ചെടുക്കുകയാണ്. ഇനി അത് അവിടെ പൊരിഞ്ഞോട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ പാലപ്പം ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ച് മൂടി വെച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിക്കാണ്ട് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് നിൽക്കാം. അപ്പോൾ അതാ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തുകാണ്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഉരുളങ്കിഴങ്ങ് പൊരിച്ചിന ചട്ടി അപ്പുറത്ത് അടുപ്പിലേക്കൊന്ന് എടുത്ത് വെച്ച് കണ്ട് ഇപ്പുറത്ത് നമ്മൾ പാലപ്പം ചൂടാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഈ ഗ്യാസ് അടുപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അടിയിൽ കമൻ്റ് ആയിട്ട് ഇടുമ്പോൾ ഒരു നെഗറ്റീവ് കമൻ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് കമൻ്റ് ഇടാതെ എന്നോട് വാട്സപ്പ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഗ്യാസ് അടുപ്പിൻ്റെ നിറം അങ്ങനെയെന്നുള്ളത്. എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ ഡിസൈനാണ് മക്കളെ, അത് അങ്ങനത്തെ ഒരു ഡിസൈനുള്ളൊരു ഗ്യാസ് അടുപ്പാണ് എൻ്റേത്. അപ്പോൾ ഇത് കണ്ടോല് തെറ്റിദ്ധരിച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ എണ്ണയും കാര്യങ്ങളൊക്കെ തെറിച്ച് കാണ്ട് തുരുമ്പ് പിടിച്ചുകാണ്ട് അങ്ങനെ ആയതാണെന്ന് വിചാരിച്ചേക്കുന്നുണ്ട്. അല്ല കേട്ടോ, ഇത് ഗ്ലാസിൻ്റെ അടുപ്പാണ്, അതതിൻ്റെ ഡിസൈനാണത്. അപ്പോൾ ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിക്കണോലുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ നമുക്കിന്ന് പായസത്തിന് ഓർഡർ ഉണ്ട് കേട്ടോ, പായസം വെച്ച് കൊടുക്കാനുണ്ട്. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ഓണം പരിപാടികളൊക്കെ ആയല്ലോ. അപ്പോൾ അങ്കലവാടിയിൽ ഓണസദ്യ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള പായസം ഓരോരോ അമ്മമാർ ഏൽക്കലാണ്. അപ്പോൾ ഇത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ ഏറ്റേക്കണത്, നമുക്ക് ഓർഡർ കിട്ടിയതാണ് പായസത്തിന്. അപ്പോൾ ആ ഓർഡർ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഞാനല്ല വെക്കണത്, എൻ്റെ മാപ്പിളയാണ് കേട്ടോ അത് വെച്ച് കൊടുക്കണത്. 100 ഗ്ലാസ് പായസത്തിനാണ് ഓർഡർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ചോറും കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. ഇനി റബ്ബി ലെവലൊക്കെ ആണല്ലോ. റബ്ബി ലെവലായതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നെയ്ച്ചോറും ബിരിയാണി നേർച്ച ചോറും തന്നെ ഇക്കാറല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നേർച്ച ചോറ് കിട്ടിയിട്ടുണ്ട്. തേങ്ങാച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. പപ്പടും അച്ചാറൊക്കെ പിന്നെ ഞാൻ ഇവിടുന്ന് എക്സ്ട്രാ വെച്ച് കൊടുത്തതാണ്. അപ്പം ഇനി ഇതൊന്ന് വേവിച്ചട്ടെ. ബാക്കിയുള്ള പണികളൊന്നും ഞാനിതിൽ കാണിക്കണില്ല. ഇത് പിന്നെ വൈകുന്നേരം കുട്ടികൾക്ക് നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓല് സ്കൂളിൽ വന്നപ്പോൾ ഓൽക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസാണ് ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കണത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്